ഹായ്, ഞാൻ ഡോക്ടർ ഷഹനാസ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡെലിവറിക്ക് ശേഷം എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ആദ്യം തന്നെ പറയാം. അമിതമായി ചായ, കാപ്പി എന്നിവ ഉപയോഗിക്കാതിരിക്കുക. എയറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, ക്യാൻഡ് ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ളതും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് അടുത്തത്. ഷുഗറി കണ്ടൻറ്റ് ധാരാളമുള്ള ഫുഡ്, ലഡ്ഡു, ജിലേബി എന്നിവ ഒഴിവാക്കുക. ബേക്കറി പ്രൊഡക്ട്സ്, കേക്ക്സ്, പേസ്ട്രീസ്, പൊട്ടാറ്റോ ചിപ്സ് എന്നിവയെല്ലാം ഡെലിവറിക്ക് ശേഷം കഴിക്കാൻ പറ്റിയ ഫുഡല്ല, അതും ഒഴിവാക്കുക. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഡെലിവറിക്ക് ശേഷം കഴിക്കാതിരിക്കുക. മിതമായ ലെവലിൽ സ്പൈസസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ ഫുഡാണ് ഡെലിവറിക്ക് ശേഷം കഴിക്കേണ്ടത്? ഡെലിവറി കഴിഞ്ഞ ശേഷം സ്ത്രീയുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതിനാൽ പോഷകങ്ങൾ ധാരാളമുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. ചെറിയ എമൗണ്ടിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത്. ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നല്ല രീതിയിൽ തന്നെ ഇൻടേക്ക് ശ്രദ്ധിക്കണം. 10-12 ഗ്ലാസ് 2 ലിറ്ററെങ്കിലും മിനിമം വെള്ളം തന്നെ ആയിട്ട് കുടിച്ചിരിക്കണം. അതുകൂടാതെ ഫ്രൂട്ട് ജ്യൂസസ്, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജ്യൂസസ് പഞ്ചസാര ഇടാതെ ഉപയോഗിക്കാവുന്നതാണ്. മോര് വെള്ളം, കരിക്കും വെള്ളം, വെജിറ്റബിൾ സൂപ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കാം. ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന സമയത്തുള്ള കാലറി റിക്വയർമെൻറ്റ് പ്രഗ്നൻസിനേക്കാളും കൂടുതലാണ്. അതിനാൽ പോഷകങ്ങൾ നിറഞ്ഞ ഫുഡ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ടാബ്ലറ്റ്സും അയൺ ടാബ്ലറ്റ്സും കറക്റ്റായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്? പാല് ഒരു ദിവസം 2-3 ഗ്ലാസ് പാൽ കുടിക്കാം. അതുകൂടാതെ കേർഡ്, ചീസ്, പനീർ എന്നിവയെല്ലാം കാൽഷ്യം നിറഞ്ഞ ഫുഡാണ്. ഇവയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തതായി ഡെലിവറി കഴിഞ്ഞ് വളരെ പ്രധാനമായും കഴിക്കേണ്ട ഒരു ഫുഡാണ് വെജിറ്റബിൾസ്. പച്ചക്കറികൾ നിങ്ങൾ എത്രയാണോ പ്രഗ്നൻസിയിൽ കഴിച്ചിരുന്നത് അതിൻ്റെ ഇരട്ടി എമൗണ്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇലക്കറികൾ പ്രത്യേകിച്ചും. ഡെലിവറിക്ക് ശേഷം എല്ലാവർക്കും കോമൺ ആയി കാണുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. ഇലക്കറികൾ കഴിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. അതിൽ ഫൈബർ കണ്ടൻറ്റും മിനറൽസും ധാരാളമുണ്ട്. കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ് കിട്ടുന്നത്. അതിനാൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം, പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, വൻപയർ എന്നിവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. 2 വയസ്സ് വരെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നതാണെന്നാണ് സ്റ്റഡീസിലൊക്കെ പറയുന്നത്. അതിനാൽ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് കുഞ്ഞിൻ്റെ ബ്രെയിനിന് വളരെ നല്ലതാണ്. അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്തിലാണുള്ളത്? ഫിഷിൽ ധാരാളം കാണുന്ന ഒരു ഫാറ്റി ആസിഡാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്. അതുകൂടാതെ വാൽനട്ട്, ഫ്ലാക്സ് സീഡ്, പയറുവർഗ്ഗങ്ങളിലും ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് കാണും. ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫിഷ് കറി വെച്ച് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള ഫിഷ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എല്ലാവരും ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്